അല്ല ബംബ്ലിമൂസ് മലയാളത്തില് ഇംഗ്ലീഷിൽ എന്താ പറയായിരുന്നു? ഇംഗ്ലീഷില് കമന്റ് ചോദിക്കും. ഇംഗ്ലീഷില് അറിയുന്ന ആൾക്കാരൊന്നും കമന്റ് ചെയ്യണേ അറിയായിരുന്നു, മറന്നുപോയി. പക്ഷെ എന്താ പണി പറഞ്ഞ പെട്ര വെറുതെ ഇരിക്കുകയാണ്. പെട്രക്കയില് ഫുൾ ബോറടിയാന്ന്. അപ്പൊ അവളെയും പിടിച്ചിട്ട് കുറച്ച് ഗാർഡനിങ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ അവള് റെഡിയാണ്. അവൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഏത് നേരം ബോറിങ്. ഇങ്ങ് വന്നേ, പോണോ? അതിപ്പോ തിരക്കാണ്. ചാണകം വന്നേ, ഇത് ചാണകെല്ലാം എടുത്തിട്ട് നമുക്ക് വളം ഇടണം. അപ്പൊ അമ്മ ഒറ്റയ്ക്ക് പോണ സമയം അവൾക്ക് കൂട്ടിലിരിക്കാനും വയ്യ. എന്നെ ഇങ്ങനെ നോക്കി കണ്ടിങ്ങനെ ഇരിക്കണം. അപ്പൊ അവളുടെ അടുത്ത് പറഞ്ഞു, നീ ആ ചാണകത്തിന്റെ എന്നെ നോക്കിയിരിക്കണ്ടേ? അപ്പൊ ഞാൻ ചാണകം എടുത്ത് നമുക്ക് ഇടാം. അപ്പൊ അവള് കൂട്ടിന് വരാണ്. അപ്പൊ ഇത് നല്ല റോസ് ഗാർഡൻ. അപ്പുറത്ത് കാണിച്ചു കൊടുക്കണ്ടേ? ഗാർഡനെ വാ, അപ്പുറത്ത് പോക. ഈ ചാണകം എടുക്കട്ടെ. പോകുന്നില്ല, അപ്പുറത്തുണ്ട് ബോഗൻവില്ലയില്ലേ? കണ്ടാ ഈ റോസ് എല്ലാം കണ്ടില്ലേ? നല്ല ചുലിയോറത്ത് നിൽക്കുന്ന റോസ്. അപ്പൊ നമുക്ക് ഇതിന്റെ ചോട്ടിൽ ഇച്ചിരി ചാണകം ഇട്ട് കൊടുക്കണം. അങ്ങനെയല്ലല്ലോ പെട്ര ഭംഗിയാകുന്നത്. ഇപ്പൊ പെട്ര ഇവിടെ നോക്കി നിന്നു എന്നെ, ഞാൻ എങ്ങനെയാ ചാണകം ഇടുന്നതെന്ന്. അപ്പൊ അത് കണ്ടുപഠിക്കുമ്പോ എന്താവും? അപ്പൊ നമുക്ക് ഇവിടെ ഇടാം. ഇവൾക്ക് കൂട്ടിൽ കാണുമ്പോ ഞാൻ പുറത്തിറങ്ങി നടക്കുമ്പോ ഇവക്ക് ബോറടി കുറച്ച് കൂടുതലാ. അപ്പൊ അവളിവിടെ നിന്ന് നോക്കട്ടെ എങ്ങനെയാ ചാണകം ഇടുന്നതെന്ന്. നമുക്ക് ചാണകം എടുത്തിടാം. എങ്ങനെ ഇടുന്നതെന്ന് അറിയോ? അപ്പൊ ഈ ചാണകം നമ്മൾ എടുത്തു. എടുത്തിട്ട് ചാണകം ചോട്ടിൽ കൊണ്ടുപോയിട്ട് കണ്ടാ നന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കാണാം എങ്ങനെയാ ചാണകം ഇട്ടിട്ട് അതിന്റെ ഗുണങ്ങളെന്ന്. കണ്ടോ? ഇപ്പൊ റോസ് അത്ര മഴ വരാൻ പോവാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഗാർഡനിന് റോസെല്ലാം ഇട്ട് ശരിയാക്കി എടുക്കാം. അങ്ങനെ ഫ്രൂട്ട്സ് ഉണ്ട്. ഞാൻ ഫ്രൂട്ട്സിനും കാണിച്ചു തരേ. നമുക്കിനി അടുത്ത ഫ്രൂട്ട്സിനും കാണിച്ചു തരാം. ഫ്രൂട്ട് ചെടിയുണ്ട്, വാ. അപ്പൊ ഞങ്ങളുടെ ഫ്രൂട്ട്സ് ഗാർഡനിൽ ഒരു ട്രിപ്പ് ചാമ്പ പറിച്ചു കഴിഞ്ഞു. അപ്പൊ അങ്ങ് മാറി പറ്റേ ബാ പറ്റേ. അപ്പൊ ഒരു ട്രിപ്പ് പൂമ്പാറ്റനെ പിടിക്കണം. അവൾക്ക് പൂമ്പാറ്റം പിടിക്കാൻ പോണം. അപ്പൊ ഇതാ ഒരു ട്രിപ്പ് ചാമ്പ കായ്ച്ചു. ഇത് അടുത്തതാ മുട്ടിട്ടു. കണ്ടോ? മുട്ടിട്ടു. നല്ല സൂപ്പർ ചാമ്പയാണ്. അപ്പൊ അതിന്റെ ചോട്ടിൽ നമുക്ക് കുറച്ച് വളം ഇടാം കേട്ടോ. എത്ര വളം? അതിന്റെ അടിയിൽ വളം ഇട്ട് കൊടുത്തു. കണ്ടോ? അങ്ങനെ നല്ല സ്ട്രോബെറി പേരയുണ്ട്. അതെല്ലാം കായ്ച്ചത്ത് മാറിവിട്. സ്ട്രോബെറി പേരയുണ്ട്, അതിൻ്റെ അടുത്ത് പേരയുണ്ട്. അതിനെല്ലാം വളം ഇട്ട് കൊടുക്കണം. നല്ല വളം ഇങ്ങനെ ഇട്ട് കൊടുക്കണം നമ്മൾ. അപ്പൊ എന്താ നന്നായിട്ട് വരും. അതിൻ്റെ അടുത്ത് നല്ല വലിയ പേരയാണ്, നല്ല സൂപ്പർ പേരയാണത്. ഇച്ചിരി ഹൈറ്റ് കൂടുതലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നല്ല പേരുണ്ട് കേട്ടോ. ഇതിൽ നിറച്ച് പേരുണ്ട്. നിറച്ചും പേരയാ. അത് കഴിഞ്ഞിട്ട് അടുത്ത വേറ്റിന വെറലിയുണ്ട് ചക്ക. എവിടെ? ഇതവിടെ പുറത്ത് ചക്ക കാണിച്ചു കൊടുക്കേ. കണ്ടോ? ചോട്ടിലെല്ലാം ചക്കയാണ്. ഈ ചക്കയ്ക്ക് ഭയങ്കര ഉയരം. ചെറിയ കുഞ്ഞ്. ഇതിൽ ഞങ്ങള് 2-3 ചക്ക പറിച്ച് കഴിഞ്ഞ് തിന്നു കഴിഞ്ഞു. നല്ല ചക്കയാട്ടോ, സൂപ്പറായിരുന്നു. നല്ല സൂപ്പർ, നല്ല കട്ടിയുണ്ട് ചോള, നല്ല മഞ്ഞയായിട്ട് നല്ല രുചിയുണ്ടതാ. അപ്പൊ ഇതിന്റെ ചോടൊന്ന് നന്നാക്കി എടുക്കണം. ഈ ചക്ക ഇങ്ങനെ കിടക്കണോണ്ട് ചോട് നന്നാക്കാൻ പറ്റണില്ല. ഇത് നന്നാക്കി വളം ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് നല്ല മാവുണ്ട്, ചെറിയ മാവ് നമ്മുടെ ഫാമില്. അപ്പൊ ഇതെല്ലാം പേരയ്ക്കെല്ലാം കണ്ടോ? നല്ല കിലോ പേരയാണ്, നല്ല സൂപ്പർ പേരയുണ്ട്. ഇതാ മുട്ടപ്പഴത്തിന്റെ മരമാണ്. പെട്ടെന്ന് വിട്ടമ്മ, പെട്ടെന്ന് നീ പൊക്കോ. കണ്ടോ? ഇത് മുട്ടപ്പഴത്തിന്റെ. അപ്പൊ അതിന്റെ ചോട്ടിലും വളം ഇട്ട് കൊടുക്കണം. ഇതിൽ പൂവൊന്നും ഇട്ടിട്ടില്ലല്ലോ. ആയില്ല. അടുത്ത കൊല്ലാകുമ്പോ എല്ലാം കായ്ക്കും. പിന്നെ ഇതാ ഇവിടെ നോക്കിയേ, ഒരു സംഭവം കാണാനുണ്ട്. സാധനം ഏത്? ഇത് ജാമ്പയാണ്. എന്തോ ഒരു വെറൈറ്റി ജാമ്പയാണ്. ഇത് കണ്ടോ? ഒരു വെറൈറ്റി സാധനം. നിങ്ങൾ ആരെയും കണ്ടായിരുന്നോ? എന്താണ് ഇതണ്ടാ? പുലുപുലൂറത്. ഇതണ്ടോ? കായ്ച്ച് മൂത്ത് കിടക്കുന്ന കണ്ടോ? ഇതെല്ലാം ഉണ്ടോ?
എന്താ പഴുക്കാനായി നല്ലതായിരിക്കും പഴുത്ത. അതിന്റെ ഇടയിൽ ഇതാ കൂണ് ഇതൊക്കെ അയച്ചെടുക്കുന്നുണ്ട്. ഭയങ്കര ചെറിയ കൂണേ പിള്ളേരുടെ കറിയൊക്കെ. ഇതെന്താ നിങ്ങൾ വിചാരിക്കും എന്താന്ന്? ഇതാണ് മുള്ളാത്ത. കണ്ട, ഇത് മുള്ളെല്ലാം ഉണ്ട് ഈ ചോട്ടിലുള്ള മുള്ള്. നമ്മുടെ ചെറുതായിട്ട് മുള്ളുകളുണ്ട്. മുള്ളെന്ന് കാണിക്കുന്നില്ല. കണ്ടോ, ചെറുതായിട്ട് അങ്ങനെ കുത്തണ മുള്ളൊന്നല്ല ഇത്. ഇത് ഭയങ്കര ചെറിയ മുള്ള. ഇനി നല്ല ഞാവലുണ്ട്. ഇതാ ഞാവൽ. അങ്ങനെ കൊറേ ഫ്രൂട്ട്സ് മരങ്ങളുണ്ട്. പറഞ്ഞ സാധനം നമ്മളെ വീട്ടിലുണ്ടോ? ചന്ദ്രകാരൻ എന്ന് പറഞ്ഞ ചന്ദ്രകാരൻ മാവുണ്ട്. അതുണ്ട്. അത് നല്ല സ്വീറ്റ് മധുരമാണ്. ദസറ മാവുണ്ട്. ഇങ്ങനെ കൊറേ. ഇനി ഇപ്രാവശ്യം കുറച്ച് മാങ്ങ സാധനം. ഇത് കസ്റ്റർഡ് ആപ്പിൾ ആണ്. നല്ല രസാ. നല്ല രസാ. ഇനി കൊറേ ഫ്രൂട്ട്സ് ഉണ്ട്. ഇനിയിപ്പോ ഇതാ 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത കുറച്ച് പ്ലാന്റ്സ് നഴ്സറിയിൽ നിന്ന് പോയിട്ട് കുറച്ച് പ്ലാവും മാവും ഇങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം മേടിക്കണം. ഇന്നലെ ഈ വാഴയെല്ലാം കുറച്ച് മാറ്റി നടാനായി. ഈ മഴയെല്ലാം വന്നപ്പോ കൊറേ പടർന്ന സാധനം. അത് തായ്ലാന്റ് ചാമ്പയാണ്. അതവിടെ ബട്ടർ ഫ്രൂട്ട് ആയി കിടക്കുന്നുണ്ട്. ബട്ടർ ഫ്രൂട്ട് വലിയൊരു വമ്പം മരമല്ലേ. ബംബ്ലിമൂസ് ഉണ്ട്. എവിടെ ബംബ്ലിമൂസ്? അപ്പുറത്തുണ്ട്. അങ്ങനെ ഇനിയിപ്പോ ഇതിന്റെ ഇടക്ക് കൂടി നമ്മളിപ്പോ കാപ്പിത്തൈ വെച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കാപ്പിത്തൈ എല്ലാം വെച്ചിന്. സാധനം ഏത്? ഇതാണ് ദസറ അല്ല, അത് ഒരു വെറൈറ്റി മാവാണ്. മമ്മി, ഇവിടുത്തെ മമ്മി ഇല്ലേ, ഇവിടുത്തെ മമ്മി അതിന് കപ്ലിമാങ്ങ എന്ന് പറയും. ഭയങ്കര രുചിയാ അതിന്റെ. ശരിക്കത്തെ ഇതിന്റെ പേര് അറിഞ്ഞ ആൾക്കാരൊന്ന് കമന്റ് ചെയ്യണേ. അത് നമുക്കറിയില്ല എന്താന്ന്. ഇലയൊക്കെ ഇങ്ങനെയാണ് ഇരിക്കണേ. ചോടും ഇങ്ങനെ. നമ്മുടെ താഴെ നമുക്കൊരു ഫാം ഉണ്ടല്ലോ, ആ ഫാമിലുണ്ട് മാവാണ്. അത് അമ്മ പണ്ട് കൊണ്ടുവന്ന് നട്ടിട്ട് ഇപ്പൊ അതിന്റെ കുരുവെല്ലാം കൊണ്ട് പാകി ഡ്രാഫ്റ്റ് ആക്കി എടുത്തതാണ്. അത് നല്ല ഹൈബ്രിഡ് ആയ ഒരു ഇതാണ്, ജാക്ക് ഫ്രൂട്ട് ആണ്. സ്റ്റാർ ഫ്രൂട്ട് ആണ്. എവിടെ ഇത് ഇവളെന്താ കാട്ടണേ? അവള് പറമ്പ് മൊത്തം ചെക്കിങ് ആണ്. ആരെങ്കിലും കയറിയോ ഇറങ്ങിയോ അവളെ നോക്കണ്ടേ. അവള് ഇങ്ങനെ രാവിലെ അയച്ചു വിട്ട് അവൾ ഇങ്ങനെ പറമ്പ് മൊത്തം നോക്കും. ഇങ്ങനെ വാഴയെല്ലാം ഇങ്ങനെ ഇതായി പോയി, ഒടിഞ്ഞു പോയി, ചെരിഞ്ഞു മറിഞ്ഞു. കാറ്റിനുണ്ട്. ഇനിയിപ്പോ ഇതെല്ലാം മാറ്റി കൊറേ വാഴ മാറ്റി മാറ്റി നടാനായി. ഇതെന്താ വാഴ ഇവിടെ ഒടിഞ്ഞെടുക്കണേ? അത് കാറ്റത്തിൽ ഒടിഞ്ഞു പോയി. അതാണോ ഞാൻ ചോദിച്ചത്. ആർക്കെങ്കിലും എന്തെങ്കിലും അറിയുന്ന കമന്റ് അടിക്കണം. അത് എന്താ അങ്ങനെ ഒടിഞ്ഞു പോയത്? കാറ്റ് കൊണ്ടാണോ? ഇതെന്ത് വാങ്ങിയ? അതൊരു വെറൈറ്റി മാവാണ്, പേരൊന്നും അറിയില്ല. നല്ല ആളാ. നല്ല നടണ്ട്. ഇവിടെ എവിടെ ചന്ദ്രകാരൻ ഉണ്ടായിരുന്നല്ലോ. അത് മുമ്പശം അതാ നിക്കണല്ലേ. ചന്ദ്രകാരൻ നാടൻ മാങ്ങേനെ പോലെ തന്നെയൊക്കെയാന്നാ പറഞ്ഞ അമ്മ. നല്ല ഗ്രീൻ ആയിട്ടുള്ള ഇല, അത്യാവശ്യം വലിയ ഇല. ഇവിടെ പൊമഗ്രനേറ്റ് ഉണ്ടായിരുന്നു. നോക്കട്ടെ. പൊമഗ്രനേറ്റ് കൊറേ പ്രാവശ്യം പൂത്തു, പക്ഷെ അത് കായ് പിടിച്ചിട്ടില്ല. ഇതെന്താ കായ്ക്കാത്ത? എന്തെങ്കിലും ഇതിന് സ്പെഷ്യൽ മരുന്നോ മണ്ണിന്റെ പ്രശ്നമാണോ എന്നൊന്ന് പറയണേ. നമ്മൾ പൊമഗ്രനേറ്റ് ഇതാണ്ടേ പൂത്തൊക്കെ നിക്കുന്നുണ്ട്, പക്ഷെ ഇത് കായ്ക്കണില്ല. പൂത്തിട്ട് അതിന്റെ ഇത് പോവാണ്, പൂ പെട്ടെന്ന് ചാടി പോവുക. ഇപ്പൊ ഇവിടെ കുറച്ച് കാപ്പിയൊക്കെ നട്ടിട്ടുണ്ട് നമ്മള്. ഇടയ്ക്കിടയ്ക്ക് കാപ്പി നട്ടു കൊടുത്തിന്. വാഴയുണ്ട്. വാഴ ഈ കാറ്റ് കാരണം എല്ലാ സ്ഥലത്തും ഒടിഞ്ഞെടുക്കും. ഇനിയിപ്പോ എന്താ ഇവിടെ ഈ വെറുതെ കിടക്കുന്ന സ്ഥലത്തിലെല്ലാം കുറച്ച് മധുരക്കിഴങ്ങെല്ലാം നടണം. കപ്പയും മധുരക്കിഴങ്ങും. അവള് ഞാണ്ടേ അവിടെ എത്തി. അവള് നമ്മളെ കിണറ്റിനടുത്ത് എത്തി. അവള് പറമ്പ് ഫുള്ള് ചെക്കിങ്. ഇത് ദസറ മാവാണ്, നല്ല ടേസ്റ്റ് ഉള്ള മാവാണ്. ഇതാണ് ദസറ. അടുത്ത നോർത്ത് ഇന്ത്യയിലല്ലേ കൂടുതൽ. ഇത് നോർത്ത് ഇന്ത്യൻ്റെ ആണ്. ഭയങ്കര ടേസ്റ്റിയാണ്. പെട്ടെന്ന് കാണാനില്ല. പിന്നെ ഇതാണ് ബനാന സപ്പോട്ട. റൗണ്ട് സപ്പോട്ടയും ബനാന സപ്പോട്ടയും. പെട്ര താൻ്റെ ആ പുല്ല് അവിടെ തോന്നുകൊണ്ടിരിക്കണേ. പെട്ര പോണ്ട്. പിന്നെ ഇതവിടെ സപ്പോർട്ട് ഉണ്ട്. ഇതാണ് ഈ മറ്റേ മുള്ളില്ലാത്ത പൈനാപ്പിൾ ഇല്ലേ? മുള്ളില്ലാത്ത പൈനാപ്പിൾ. അത് ഫുള്ളായതുണ്ട്. മുള്ളില്ലാത്തത് മുള്ളുള്ളതിന് എന്താ മാറ്റം? മുള്ളില്ലാത്തേക്കാണ് മധുരം കൂടുതൽ.
നല്ല ഈ ടേസ്റ്റ്. ചോർച്ചിലൊന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല. ഇതെന്താ സാധനം? അത് സപ്പോട്ട, റൗണ്ട് സപ്പോട്ടയാണ്. ഇത് റൗണ്ടാണ്. ഇത് റൗണ്ട് ആയിട്ട് തോന്നുന്നില്ലല്ലോ. അപ്പൊ ബനാന സപ്പോട്ട. ഇത് ഇവിടെ ഇപ്പൊ റൗണ്ട് അപ്പൊ ആയിരിക്കും. അതായിരിക്കും റൗണ്ട്. ഇത് ബനാന. അവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. ഇതെന്താ സാധനം? അത് ഇത് കാപ്പിയാണോ? ചക്കയൊന്നല്ല. കാപ്പി? കാപ്പിയല്ല. കാപ്പി അതെ. അപ്പൊ ഇതെന്താ? ഇതാണ് റംബുട്ടാൻ. അതിർത്തിയില് പുല്ലിന്റെ മൂങ്ങിരുന്ന് ഇങ്ങനെ നോക്കൂലേ? കിണറില് വെള്ളം ഉണ്ടോന്ന് നോക്കാൻ പോയോളൂ. ഒന്നുമില്ലല്ലോ ഇതില്. അവിടെ അതാ കിണറ്റിന്റെ അടുത്തിലവള് പോയിന്. അവളെ കാണുന്നില്ല. മൂങ്ങ എങ്ങനെ ഇട്ട് നോക്കണമല്ലേ നോക്കണേ. പോവാണ് അതില് കൂടി. ഇതൊക്കെ മേലെ കൂടി കേറി യുദ്ധക്ക. ഞങ്ങൾ പോവാട്ടോ. എന്താണ് ഇതിന് പറയാ? ഇത് ഇംഗ്ലീഷിൽ എന്താ പറയുന്നേ? എന്താ ഇതിന്റെ പേരെന്താ? ബംബ്ലിമൂസ് അല്ല, ബംബ്ലിമൂസ് മലയാളത്തില്. ഇംഗ്ലീഷിൽ എന്താ പറയായിരുന്നു? ഇംഗ്ലീഷില് കമന്റ് ചോദിക്കും. ഇംഗ്ലീഷില് അറിയുന്ന ആൾക്കാരൊന്നും കമന്റ് ചെയ്യണേ. അറിയായിരുന്നു, മറന്നുപോയി. പക്ഷെ ഓർമ്മയൊക്കെ ഇച്ചിരി കുറവായിപ്പോയി. ഇവിടെ ഇവിടെ ഇത് പേരയാണോ? ആ പേരയാണല്ലേ. ദിസ് ഇസ് പേര അല്ല, റംബുട്ടാനാണത്. റംബുട്ടാനാണോ ചോദിച്ചോ കാക്കാരുടെ അടുത്ത്. ഇത് റംബുട്ടാനാണ്. പെട്ര വരുന്നുണ്ട്. പെട്ര പപ്പ പണിയെടുക്കണ കണ്ടെത്ത് പെട്ര വല്യപ്പനെ സഹായിക്കാൻ വേണ്ടി പോകാണ്. ഇങ്ങനെ അങ്ങനെയല്ല. അവള് മൊത്തം പറമ്പ് മൊത്തം നോക്കി നടക്കാണ്. പറമ്പിൽ ആരെങ്കിലും കേറണ്ടോ ഇല്ലയെന്ന്. ഫുൾ പണിയാണ് അവക്ക്. അപ്പൊ ഞങ്ങൾക്ക് അതിൽ പണിയുണ്ട് കേട്ടോ. അപ്പൊ ഓക്കെ. ഇനി കാപ്പിക്കെല്ലാം വളം ഇട്ടാൽ മാത്രം അടുത്ത കൊല്ലം ഇത് കായ്ച്ച് കിട്ടുള്ളൂ. ഞാൻ പെട്ടെന്ന് പിടിക്കാൻ എടിങ്ങോട്ട് വാടി. അതെന്താ വായില്? അതിങ്ങോട്ട് കൊണ്ടുവാ. അവിടെ വെച്ചിട്ട് പോന്നു. നല്ല കുട്ടിയാണ്. ഇടുവാ. പറമ്പ് മൊത്തം ഇവിടെ കുഴിയുണ്ട്, നോക്കിയൊക്കെ നടന്നു വരണം. കഴിഞ്ഞ പ്രാവശ്യം അതില് മുങ്ങിട്ടാ വന്നേ. ചാടി ജമ്പ്. പേടിയാ. ജമ്പിങ് അറിയില്ല. ഇതിങ്ങനെ ഇവിടെ ഓക്കെ വന്നോ ഇവിടെ ഓക്കെ. രണ്ട് നമുക്ക് പറഞ്ഞെടുക്കണം. അങ്ങനെ ചെറിയ ബുദ്ധിന്റെ കുറവുണ്ട്. അപ്പൊ പെട്ര ബൈ പറഞ്ഞു. ബൈ ബൈ. ഞങ്ങൾക്ക് പണിയുണ്ട്. ഇനി ഞങ്ങൾ കുറച്ച് വളമല്ലേ ഇടട്ടെ. തെങ്ങെല്ലാം മാന്തി പപ്പ ഇങ്ങനെ ലെവലാക്കി തന്നെ. ഇതിന് അതിന്റെ ചോട്ടിലെല്ലാം വളമെല്ലാം ഇട്ട് കൊടുക്കണം. കാപ്പിക്ക് വളം ഇടണം. അങ്ങനെ കുറെ പണികളുണ്ട്. സോ ബൈ ബൈ.